ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുഷമ്മയാണ്. നമ്മളിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വെറുതെ ബേബി ബീച്ചിൻ്റെ അടുത്ത് ഒന്ന് കാറ്റോളാനും വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയാണ്. അപ്പോൾ സുഷമ രണ്ട് സംസാരിക്കണമെന്ന് എന്തുണ്ട് മാത്സ് വന്നിട്ട് ഡ്രൈവിംഗ് ക്ലാസ്? ഞാനിപ്പോ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. അപ്പം മെസ്സിനോട് ഏറ്റവും വലിയ പ്ലസ് എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടല്ലോ ഇത് ബ്രേക്കും ഇതൊക്കെ. അതില്ലാത്ത ഒരു വണ്ടിയിലിരുന്ന് നമ്മൾ ഒരാളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് അതിന്റെ ആ ആത്മധൈര്യം, അതിന് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഇത് എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങളെ പറഞ്ഞു തന്നു, മൈന്യൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ക്ഷമ, അത് അത്യാവശ്യം വേണ്ട തന്നെയാണ്. പിന്നെ ടീച്ചിങ്ങിനുള്ള ഒരു കഴിവ്, ഡ്രൈവിംഗ് അറിയാന്നുള്ളത് കൊണ്ട് നമുക്കൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഇല്ല. അത് അതിനൊരു പ്രത്യേക കഴിവാണ്. അത് വയസ്സിന് ഒരു നല്ല ടീച്ചറും കൂടിയാണ്. അപ്പൊ എത്തിപ്പെട്ടത് അത് എന്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അവരുടെ ഫ്രണ്ടിന്റെ മക്കള് വയസ്സിനോട് അടുത്തുനിന്ന് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോ ആള് ഭയങ്കര ബിസിയാണ്, ഇത് പിടിവലിയാണ്, നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ തന്നു. പിന്നെയും ഞാൻ കുറച്ച് ലേറ്റായി, എന്റെ ഒരു ധൈര്യക്കുറവ് കൊണ്ട് കുറച്ച് ലേറ്റായി മെസ്സിനെ വിളിക്കാനും. പക്ഷെ കുറച്ചും കൂടി മുന്നേ വിളിക്കായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും വെച്ച് പോവില്ലേ നമ്മളിപ്പോ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ ഇന്നവിടെ പോയി ഫുള്ളൊന്ന് കളിപ്പറമ്പ് ഭാഗത്തെല്ലാം പോയി. അഞ്ചാമ്പടി, കളിപ്പറമ്പ്, അഞ്ചാമ്പടി എനിക്ക് പോകേണ്ട റൂട്ടാണ്. ഭാവിയിൽ ഇൻഷാല്ലാ പോകേണ്ട റൂട്ടാണ്. അതുകൊണ്ട് ഒന്ന് അങ്ങോട്ടൊക്കെ പോയോണ്ട് ഒരു ധൈര്യം പ്രത്യേകിച്ചുണ്ട്. ഇനി എന്താണ് വരാനുള്ള കുട്ടികളോട് പറയാനുള്ളത്? അത് ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യം, മേസീന എന്നോട് പറഞ്ഞു ഇതിന് കൊണ്ടുപോയിട്ട് അവിടെ വെക്കരുത്, അത് അങ്ങ് തുടർന്ന് കൊണ്ടുപോകാം. കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ എടുത്തോണ്ടിരിക്കണം എന്നുള്ളത്. അത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളാണ് നമുക്ക് ഡ്രൈവിംഗിൽ കൂടുതലായിട്ട് അറിവ് കിട്ടൽ. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അതന്നെ, അത് നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കും. മടക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും. തുടർന്ന് നമ്മൾ ധൈര്യത്തിൽ മുന്നോട്ടേക്ക് പോകണം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. വണ്ടിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ലേ? ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാര്യങ്ങളായാലും റിവേഴ്സും പിന്നെ ലെഫ്റ്റും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ എടുത്തു പോയാൽ അടിപൊളിയാവും. ഓക്കെ.